ഹായ്. അപ്പൊ അന്ന് നമ്മളൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് ഈ കാപ്പി പറിക്കല്. അതെ, ആൾക്കാരെല്ലാം കാപ്പി പറിക്കലും പിന്നെ കളത്തിൽ കൊണ്ടുവന്ന് അതിനെ അലക്കലും അതെ, പിന്നെ ആൾക്കാരെല്ലാം പോകലും. എന്നിട്ട് ആ കാപ്പി പറിച്ച പിന്നെ ആ കാപ്പിനെ എന്താക്കിന്നില്ല അതിൻ്റെ ഒരു വീഡിയോ ആക്കിന്. അതെ, അതിനെ പൽപ്പറാക്കിയിട്ട് കളത്തിൽ കൊണ്ടുവന്ന് ഉണക്കിയിട്ട് ആ, ആ, എന്നിട്ട് അതിനെ ബാഗ് ആക്കിയിട്ട് കൊണ്ടുപോന്നെ. അതെ. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടിട്ട് വരാം. ഇത് പൽപ്പറാക്കാനില്ല വെള്ളം. അതെ, ഇത് ലേശ ഹൈറ്റിലുണ്ടാവും. ആ, പൽപ്പറാക്കുന്ന സ്ഥലം ഈ വെള്ളം വരുന്നതിൻ്റെ കയ്യിൽ ലേശ ഡൗണിലുണ്ടാവും. അതെ. എന്താ പറഞ്ഞാൽ വെള്ളം ലേശ പോർ സൈറ്റ് പോകാൻ വേണ്ടിയിട്ട്. പോണം. എന്താ പറഞ്ഞാൽ കറണ്ടിൽ മോട്ടർ മാത്രമേ തിരിയുള്ളൂ, ബാക്കി പൽപ്പറിൻ്റെ എല്ലാ പരിപാടിയും വെള്ളത്തിലേ നടക്കല്. അതെ, അതെ, എന്നിട്ട് അവിടെ നിന്ന് വന്ന വെള്ളം ഇവിടെ വന്നിട്ട് ഈ ടാങ്കിൽ, അതെ, ഈ ടാങ്കിൽ കാപ്പി ഇട്ടിട്ടുണ്ടാവും. ആ കാപ്പിക്ക് വെള്ളം പോർസിൽ അടിച്ചിട്ട് താഴത്തെ ടാങ്കിലേക്ക് വിടും. അതെ. അവിടെ നിന്ന് ഈ പൽപ്പർ മെഷീനിക്ക് ആ കാപ്പി ഉറന്നേ ആയിട്ട് വരും. ആ, ആ. വന്നിട്ട് അതാ പൾപ്പർ വേറെ തോല് വേറെ അല്ലേ? പൾപ്പറാവും. ഇത് ഈ 3 ചക്രത്തിൻ്റെ ഉള്ളിൽ കാപ്പി പോയി വീണിട്ട് അതെ, അത് അതിൻ്റെ ഉള്ളിലെ മേലെയുള്ള തോല് പോയിട്ട് ഉള്ളിലത്തെ വെറു കാപ്പി പൾപ്പായിട്ട് വരും. നമ്മളെന്ത് ചിപ്പ പറയും അല്ലേ? ചിപ്പ വേറെ സൈഡിൽ കൂടെ പോകും. ഇത് നല്ല കാപ്പി ഇത് കൂടെ വരും. അതെ, ഇതാ കാണണല്ലേ. പിന്നെ ഈ ചിരണ്ടി നമ്മൾ ഈ എവിടെ പോയിട്ട് നമുക്ക് കാപ്പി എടുക്കണോ അവിടേക്ക് ആക്കി വെച്ചിട്ടുണ്ടാവും. ആ സ്ഥലത്തേക്ക് പോയിട്ട് പോകും. അതെ, അവിടെ കൊട്ട പിടിച്ചിട്ട് അതിന് ഓരോ കൊട്ട ഓരോ പെർ ലിറ്റർ എന്ന് പറയും. അതെ, അതിന് എന്നിട്ട് ഇത് അളവിട്ട് വേണ്ടി കൊണ്ടുപോയിട്ട് അങ്ങനെ. ഇത് പണ്ടത്തെ കാപ്പി ഉണക്കുന്ന കളം. ഇതെന്ത് പറഞ്ഞെങ്കിൽ ടൈൽസ് താഴെയല്ല. ടൈൽസ് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡൽ ടൈൽസ് അല്ല, ഈ പണ്ടത്തെ മണ്ണിൻ്റെ ടൈൽസ്. ഇതെന്തൊരു കളത്തുകാക്കുക പറഞ്ഞെങ്കിൽ ലേശ വെയിൽ തട്ടിയതോ ഡബിൾ ചൂടാവാൻ തുടങ്ങും. പിന്നെ ഇത് സ്ഥലം ഇല്ലാത്ത കൊണ്ട് കാട്ടിൻ്റെ മുകളിൽ ഇട്ടിട്ടില്ല. ഇത് തന്നെ പാർസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇനിയൊന്ന് നമ്മൾ പൽപ്പാക്കാണ്ടിട്ടെങ്കിൽ അതിനെ ചെരിയെന്ന് പറയും. ഇതിപ്പോൾ ആയിന് റെഡിയായിന് ആൾക്കാരെല്ലാം കൂടിയിട്ട് ബാഗ് ആക്കില്ല. അപ്പോൾ ഇത് എങ്ങനെയാന്ന് പറഞ്ഞെങ്കിൽ ഒരു ചാക്ക് 50 kg 50 കിലോ 200 ഗ്രാം വെച്ചിട്ട് തൂക്കും. ആ 200 ഗ്രാം എന്തിനു വെച്ചെന്ന് പറഞ്ഞാൽ ഈ ചാക്കിൻ്റെ തൂക്കാത്. നമുക്ക് കാപ്പിൻ്റെ കണക്ക് വെറും 50 കിലോ ഉണ്ടാവും. എന്നിട്ട് തൂക്കിയിട്ട് അതിനെ തുന്നിയിട്ട് അതിനെ വണ്ടിയിട്ട് എവിടേക്ക് നമ്മൾ മുതലാളികൾ കമ്മിറ്റ് ആയിട്ടുണ്ടോ ആ സ്ഥലത്തേക്ക് പോകും. നമ്മൾക്ക് ഇത് ഇത്ര ബാഗാക്കി കൊടുക്കുന്ന പണി നമ്മളുണ്ട്. പണ്ട് എങ്ങനെ അറിയോ, ഞങ്ങൾക്ക് ഈ നൂലിൻ്റെ ചാക്കുണ്ടല്ലേ, ഞങ്ങൾ അതിനെ പറയൂ പാർസ്മെന്റ് ചാക്ക്. അത് അട്ടി കണക്കിൽ വരും. ഇപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് ചാക്കിൽ നിറക്കിയ. അപ്പൊ അത് വലിയ ലോറി കൊടുന്നിട്ട് ലോറിയില്ല ലോഡാക്കല്. കയറെല്ലാം കെട്ടി ലോഡാക്കി പോവല്ലേ അങ്ങോട്ടല്ല പുറത്തേക്ക്. അയ്യാ, ഇപ്പൊ ഈ പ്ലാസ്റ്റിക് ചാക്ക് നിറക്കിന കൊണ്ട് നമ്മക്കന്നെ എന്താന്ന് പറഞ്ഞ അതിലും എത്രയോ കിലോ നിങ്ങൾ എടുക്കുന്നല്ലേ, കിലോയോ ഗ്രാമോ നല്ലത് ഏട്ടാണ് എല്ലാത്തിനും നല്ലത്. അപ്പോൾ എല്ലാം തൂക്കിയിട്ട് ബാഗെല്ലാം ആക്കിയിട്ട് ഒരു സൈഡ് വെച്ചിട്ട് അതിനെല്ലാം എണ്ണ എടുത്തിട്ട് പിന്നെ വണ്ടിയിൽ ഇട്ടിട്ട് നമ്മളുടെ പണി തീർന്നു. അതെ, തുന്നല്ലേ തുന്നിട്ടെല്ലാം ആയിട്ട് എണ്ണിട്ട് എല്ലാം ലോഡാക്കാണ്. ലോറി വരുമല്ലേ? ലോറി വരുമോ? പിന്നെ റോഡ് ശരിയില്ല പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വണ്ടികളുണ്ടല്ലോ, പിക്കപ്പ്, അങ്ങനത്തെ വണ്ടി വന്നിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് സ്റ്റാഫ് വെച്ചോളൂ പോടാണ്. പിന്നെ കാപ്പിൻ്റെ പണി പറയുന്നതുണ്ടല്ലേ, ആണുങ്ങളിനെ ഫസ്റ്റല്ല വിട്ടുകൊണ്ടിരായി. ഇപ്പം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും കൂടിയെടുക്കുന്നു. എന്തിന് പെണ്ണുങ്ങളിനെ വിടില്ല പറഞ്ഞാൽ നല്ല കഷ്ടമുള്ളത് വെയിലേക്ക് കളത്ത് എങ്ങനെ പാറണം ഇറക്കണം സ്പീഡാക്കണം എന്ത് പണിയും. അതിന് വേണ്ടിയിട്ട് ആണുങ്ങളിനെ വിടുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിട്ട് പണിയെടുക്കും. പെട്ടെന്ന് ആവട്ടെ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർക്ക് എല്ലാവരും പണിയായിട്ട് ഇത് കൊട്ട. ഇത് കൊട്ട ചെരിന്ന് പറയോ? അതെ, ഇതിന്റെ ഫുള്ള് വീഡിയോ ആക്കി ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അതെ,
കൊട്ട എന്ന് പറഞ്ഞാല് പൽപ്പറാക്കാണ്ട് ഉണക്കുന്നത്. ഞങ്ങൾ ഇവിടെ പറയുന്നത് കൊട്ട പറഞ്ഞ്. നിങ്ങൾ എങ്ങനെ പറയൂ? ശരി ശരി. അപ്പോൾ നമ്മളുടെ വണ്ടി വന്നു. അതെ ഇതന്നെ പിക്കപ്പ്. ചെറിയ ചെറിയ ലോഡ് ഉണ്ടായി ഇങ്ങനത്തെ വണ്ടിയെ വരുള്ളൂ. അതെ, കുറച്ചുണ്ടായി അങ്ങനെ അല്ലേ. എന്നിട്ട് അതിനടുത്ത് വൃത്തി വണ്ടിയിൽ ഒതുക്കി വെച്ചിട്ട് കയറെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡ്രൈവറിനെ അയക്കും. അതെ, പണ്ട് നിങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ അയക്കുണ്ടായതല്ലമ്മ? അതിപ്പോ പറയുന്നേ വലിയ എസ്റ്റേറ്റ് ഞങ്ങൾ ഉണ്ടായത് ഇങ്ങനെ ചെറിയ എസ്റ്റേറ്റ് അല്ല. അപ്പോൾ വലിയ ലോറി വരും, എല്ലാ ആണുങ്ങളെയും വിളിച്ചിട്ട് എല്ലാം ഇങ്ങനെ അട്ടി ക്ലീനായിട്ട് വെച്ചിട്ട് കയറിട്ടിട്ട് കെട്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയോണ്ട് ഉണ്ടായതാണ്. അപ്പോൾ വണ്ടി ലോഡായിട്ട് വണ്ടി പോയോണ്ടുണ്ട് പോയോണ്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് കാപ്പി ആവുമ്പോൾ റെഡി ആയത് വിളിക്കോ. അതെ, അപ്പോൾ വരും. അപ്പോൾ വന്ന് അങ്ങനെ കേട്ടിട്ട് പോയിക്കോളൂ. ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വന്നിട്ട് കാണാം. ബൈ.